നിയമസഭയിൽ കഴിഞ്ഞ 4 വർഷങ്ങളിൽ അവതരിപ്പിച്ച ബജറ്റുകളുടെ സ്വഭാവമായിരിക്കില്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റിന്. വരുമാന വർധനയ്ക്കപ്പുറം വികസനത്തിനും ക്ഷേമത്തിനുമുള്ള നിർദ്ദേശങ്ങൾ ഉറപ്പാണ്. കണ്ണടച്ച് കൈയ്യെന്ന് ഉറപ്പ്. കടത്തിനെ പറ്റിയായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടത്. കടം കൂടി പോവാണ്. 6 ലക്ഷം കോടിയായി. ഈ 5 വർഷത്തെ ഞങ്ങൾക്ക് വെട്ടിക്കുറച്ച് അല്ലെങ്കിൽ ഞങ്ങൾ കടം കുറച്ചോ നോക്കിയാൽ 1,25,000 കോടി രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറഞ്ഞിട്ടാണ്, അത്രയും കൺട്രോൾ ചെയ്തിട്ട് ഇതൊക്കെ വന്നിട്ടും ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ആ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ഒന്നിനും കുറവ് വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെന്ന് ധനമന്ത്രി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. അതായത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ ബജറ്റ് ശുഷ്കമാകില്ലെന്ന സൂചനയാണ്. അവസാന ബജറ്റാണെങ്കിലും സമ്പൂർണ്ണ ബജറ്റ് തന്നെ അവതരിപ്പിക്കും. 3ാം തുടർ ഭരണം ഉറപ്പാണെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ലക്ഷ്യം. ഭരണയന്ത്രം തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കണക്കിലെടുക്കാതെ അവസാന ബജറ്റിൽ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കുമെന്ന നിർദ്ദേശം കഴിഞ്ഞകാല ബജറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഉറപ്പുള്ള പെൻഷൻ പദ്ധതി എന്ന നിർദ്ദേശം അവസാന ബജറ്റിൽ കാത്തിരിക്കുന്നുവെന്നാണ് സൂചന. തമിഴ്നാട് സർക്കാർ അടുത്തിടെ ടാപ്സ് എന്ന പേരിൽ ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കിയിരുന്നു. അവസാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബജറ്റിന്റെ അണിയറയിലെന്ന് സൂചനയുണ്ട്. കാരണം ഭരണപക്ഷ സംഘടനയും അവരുടെ കുടുംബങ്ങളും പോലും സംസ്ഥാന സർക്കാരിനോട് നീരസത്തിലാണ്. ശമ്പള കമ്മീഷന് വയ്ക്കാനുള്ള സമയം കഴിഞ്ഞു. അതുണ്ടാകാത്തതുകൊണ്ട് തന്നെ മറ്റൊരു മാർഗത്തിലൂടെ ശമ്പള വർധനയ്ക്കുള്ള നിർദ്ദേശം ബജറ്റിൽ പ്രതീക്ഷിക്കുകയാണ്. DA കുടിശ്ശിക തീർക്കുന്നതിനുള്ള ശ്രമങ്ങളും ബജറ്റിലുണ്ടാകും. ഇത് മാത്രമല്ല, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം ബജറ്റിൽ ഇടം നേടും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം അവസാന ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. മിനി ബജറ്റായി കണക്കാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മന്ത്രിസഭാ യോഗത്തിൽ ക്ഷേമ പെൻഷൻ പ്രതിമാസം 1,600 രൂപയിൽ നിന്ന് 2,000 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. 2,500 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് 2021 LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. 500 രൂപ കൂടി വർദ്ധിപ്പിച്ചാൽ വാഗ്ദാനം നിറവേറ്റും. അതിനാൽ ബാധ്യത സഹിച്ചും വാക്കുപാലിക്കേണ്ടത് LDFന്റെ രാഷ്ട്രീയ ആവശ്യം കൂടിയാണ്. നെല്ല്, റബ്ബർ, നാളികേരം തുടങ്ങിയവയുടെ താങ്ങുവിലയും തറവിലയും വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കാൻ നിർദ്ദേശമുണ്ടാകും. വോട്ട് ലക്ഷ്യമിട്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ ഉറപ്പാണ്. ഫീസുകളുടെ വർധന അടക്കമുള്ള നികുതി ഇതര മാർഗങ്ങൾ കണ്ടെത്തുകയാണ് വരുമാനത്തിനുള്ള പോംവഴി. പക്ഷെ തെരഞ്ഞെടുപ്പ് കാല ബജറ്റിൽ തല്ലുകുറവും തലോടൽ കൂടുതലുമാകും. അതിനാൽ യുക്തിക്കും യാഥാർത്ഥ്യബോധത്തിനും അപ്പുറം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പ്രധാനമാണ്. തുടർഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും പുതിയ സർക്കാരിന് ബജറ്റ് പുതുക്കേണ്ടി വരും യാഥാർത്ഥ്യബോധത്തോടെ. ക്യാമറ നല്ല മുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.